അങ്ങനെ എല്ലാവർക്കും വീണ്ടും രാത്രി ഒരു നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു ക്യാമ്പിങ്ങിൻ്റെ പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പിംഗ് ആണ്, അതും നൈറ്റ് ക്യാമ്പിംഗ് ആണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എവിടെ അറിയോ? നമ്മുടെ മിനി ഊട്ടിയിൽ, മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു ചെറിയ ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള മിനി ഊട്ടിയിൽ. അപ്പോൾ അവിടെ ക്ലൈമറ്റൊക്കെ ഡിസംബർ ജനുവരി സമയങ്ങളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പും ക്ലൈമറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മസായിക്കുട്ടനിലാണ് വന്നത്. അപ്പോൾ നമ്മളെ കൂടെ അതെ വീണ്ടും ജസീലുണ്ട്. ഫ്ലാഷ് കറക്റ്റാണ്, അതിനെ കാണാണ്ട് കഴിഞ്ഞ പോലത്തെ അല്ല. ജസീലുണ്ട്, പിന്നെ ഷബീബ് ഉണ്ട്, പ്രവീൺ ഉണ്ട്. വേറെ ഇപ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ടോ തബ്ഷീർ ഫുൾ സെറ്റിലാണ് വന്നിരിക്കുന്നത്. കേട്ടോ, നമ്മൾ ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, പിന്നെന്താ ഫ്രൂട്ട്സ് ഉണ്ട്. വമ്പം പരിപാടിയാണ്. അപ്പോൾ നമ്മളിന്ന് ടെൻ്റ് അടിച്ച് ഇവിടെ സ്റ്റേ ചെയ്യും. ഇന്ന സാധനങ്ങളൊക്കെ എടുത്തു നമ്മൾ ലൊക്കേഷനിലേക്ക് നീങ്ങുകയാണ് ഇനി. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പോട്ടിലേക്ക് സാധനങ്ങളൊക്കെ വണ്ടി നിർത്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടം നടന്നു കയറണം, കുഴപ്പമില്ല, സീനൊന്നുമില്ല. ഇവിടെ ഫുള്ള് ഇതാണ് ഈ ചീമക്കൊന്നമരങ്ങളാട്ടോ ഈ ഏരിയയിൽ. അപ്പോൾ അതിൻ്റെ ഒരു കാടിൻ്റെ ഒരു ഫീലുണ്ട്. പക്ഷെ ഇതുകൂടെയൊക്കെ ആളുകൾ പകൽ സമയങ്ങളിലൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അത് കാരണം ഇവിടെ വഴിയുണ്ട്. ഒരു പാറപ്പുറത്തെത്തി നമുക്ക്. ഇവിടെ നിന്നൊക്കെ ദൂരത്തേക്ക് നമുക്ക് മലകളുടെയൊക്കെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇതൊരു കുന്നിൻ്റെ മുകളിലാണോ? ആ അങ്ങനെ നമ്മൾ മുകളിലെത്തി. അപ്പൊ താഴത്ത് ഇവിടെ കാണൂലല്ലേ, താഴെ വലിയൊരു കോറി കേട്ടോ. കോറിയുടെ മുകളിലാണ്. സൈഡിലൊക്കെ മിനിയൂട്ടിയിലെ പാർക്കിന്റെ ലൈറ്റുകളും താഴത്തുള്ള വീടുകളുടെ ലൈറ്റുകളും ഒക്കെ കാണാണ്ട്. പോരാന്നൊക്കെ അല്ലേ, ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയായിരുന്നില്ല എന്നൊക്കെ. അതൊക്കെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ടെന്റ് സെറ്റ് ചെയ്യണം. അതിന് മുന്നേ നമ്മൾ കുക്ക് ചെയ്യാനുള്ള പരിപാടികൾ നോക്കട്ടെ. ക്രഷർ ആൻഡ് സേവ് ബ്ലോക്ക് ഇതാണെന്ന് പറഞ്ഞു, അടച്ചിട്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ പ്രാരംഭ നടപടികൾ തുടങ്ങുകയാണ് നമ്മൾ. അപ്പോൾ നമ്മളെ ഫിഷ് പൊള്ളിക്കും വേണം, ചിക്കൻ ഗ്രില്ലേയും വേണം. അപ്പോൾ അതിന് എന്നത്തെയും പോലെ നമ്മൾ കല്ലുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി, അടുപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ പ്രവീൺ നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഷബീബും തബ്ഷീറും കല്ല് തരുന്നു പോകുന്നുണ്ട്. സാങ്കേതികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ജസീല്. അടാ അതെ അതെ, അമ്പോ അടുപ്പ് സാങ്കേതികപരമായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ അതിലപ്പോ ഞാൻ ഓൾറെഡി ഇരുന്ന് അത് കെട്ടൂലേ? കെട്ടു. നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള കനൽ ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കട്ടോ. അതെ, ഷബീബ് കത്തിച്ച് വരുന്നുണ്ട്, തബ്ഷീർ വീശാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ, ഇന്ന് വരെ ക്യാമ്പിങ്ങിൽ ആരും പരീക്ഷിക്കാത്ത തന്ത്രങ്ങളാണ്. ടെൻറ്റിൻ്റെ അടിയിലിടാനേ കുഷ്യനും തുണിയും ഒന്നും കൊടുന്നില്ല. അപ്പോൾ ജസീലും പ്രവീണും കൂടെ കാട്ടിലെ പുല്ല് അരിഞ്ഞെടുക്കുകയാണ്. ഇതവിടെ ഒരു മെത്തയായി വിരിക്കും. അങ്ങനെ പുൽക്കൂട്ടിൽ ജനിച്ച ഡിസംബർ മാസത്തിൽ, ഡിസംബർ അല്ലേ, അപ്പോൾ നമ്മൾ പുൽക്കൂട്ടിൽ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, പുൽക്കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അമ്പോ ജസീലിന്റെ വീട്ടിലൊരു പശുവിനെ വാങ്ങിക്കൊടുത്താലോ എന്ന് വരക്കി തോന്നുന്നുണ്ട്. അമ്മാരി അരിയലാണ്. അതെ അതെ, നമ്മള് വീണ്ടും പറയണേ, ഈ കനൽ എന്ന് പറയുന്നത് അല്ല, ഈ കരി എന്ന് പറയുന്നതേ നമ്മള് കോട്ടക്കല് എവിടെ നടാ? അവിടെ എന്ന് പറഞ്ഞാല് നമ്മളെ സ്റ്റാൻഡിക്ക് താഴത്തുനിന്ന് പോകുന്ന ആ റോഡിലെ അതിന്റെ അവിടെ ഉള്ള അതിന്റെ പേര് നമ്മുടെ മറ്റേ എന്താണ് എന്തൊരു കെ ട്രേഡേഴ്സോ അങ്ങനെ എന്തോ ഉള്ളതാണ്.
അവിടെ നിന്ന് മേടിക്കുന്ന കരിയാണ് എന്തായാലും. അപ്പോൾ ഈ കരിയാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കുറേ പ്രാവശ്യമായിട്ട് ഇപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചിക്കൻ ചൂടലിലൊക്കെ ഏറ്റവും ടാസ്ക്കുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ബ്ലോവർ ഇല്ലെങ്കിൽ ഈ കരി കത്തിക്കലാണ്. പക്ഷേ ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് കത്തി കിട്ടും. അടിപൊളി കരിയാണ്. അപ്പോൾ വേണ്ടവരൊക്കെ അവിടെ പോയി മേടിച്ചോളൂ. പുല്ല് പറക്കലിലേക്ക് എല്ലാവരും ഇറങ്ങിയിട്ടാ. പ്രവീണൊക്കെ ആഞ്ഞു പറക്കണു, തപ്ഷി പറക്കണു. ആരെ ജലാലെത്തിണ്ടാ? ലൊക്കേഷൻ ഒന്നും ഇവിടുന്ന് കിട്ടൂല മനുഷ്യ. കണ്ടാ നമ്മളെ ടെൻറ്റ് സെറ്റ് ചെയ്യാത്ത നമ്മളെ പുൽമെത്ത സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം പറിച്ചില്ല. ഇതിലാണ് നമ്മൾ ടെൻറ്റ് ഇടുക. ടെൻറ്റിൻ്റെ വലുപ്പത്തിനുണ്ടായിക്കോട്ടെ. പകുതി ആയിട്ടുള്ളൂ. ആ അടുപ്പ് ഏകദേശം കത്തി സെറ്റായപ്പോൾ നമ്മളിതാ ചിക്കൻ ഗ്രില്ലിലേക്ക് കയറി കൊണ്ടിരിക്കുക. ഫുള്ള് കയറിയതിൽ എന്നാ അതൊന്ന് അല്ല, അത് കത്തിൽ കഴിഞ്ഞിട്ടില്ല. ഒന്ന് പരത്തണ്ടേ? അപ്പോൾ നമ്മൾ വിചാരിച്ച മരിക്കല്ലോ കേട്ടോ. ഇവിടെ നല്ല രാവളിച്ചുണ്ടെന്ന്. നിലാവ് നമ്മളെ ഫുൾ മൂണൊന്നും അല്ല. ഇതാക്കണം ഫുൾ മൂണിനൊന്ന് കാണിക്കാം നമുക്ക്. മൂണെവിടെ? ആ ഫുൾ മൂണൊന്നും അല്ല. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഫുൾ മൂൺ പോലെ ഉണ്ട്. ഒരു 3/4 മൂണേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഉണ്ടോ മേഘങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. രാത്രിയാണെങ്കിൽ കൂടിയിട്ടും അത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ചായ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേണ്ടാ ജാഫർക്ക് എന്തിനാണോ ഇപ്പോൾ വിളിക്കണേ? ക്യാമ്പിങ്ങിലേക്ക് നമ്മുടെ അതിഥി എത്തിയിട്ടുണ്ട്. ഏയ് ജലാല്, നീ എങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചാടാ? ഒരു നാട്ടിലൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ ആണ് വരിക. ഏയ് അപ്പൊ ജലാല് വന്നു. അതെന്റെ ബോഡി കാണിക്കില്ല, മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ചിക്കൻ ഒന്ന് പൊളിക്കൂട്ടോ. കാരണം നമ്മൾ അത്യാവശ്യത്തിന് ഹൈറ്റൊക്കെ ഇട്ടിട്ടാണ് വെച്ചത്. ചിക്കൻ പൊള്ളിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആവശ്യത്തിന് ഹൈറ്റിൽ വെക്കണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പോൾ ചിക്കൻ ഇവിടെ അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്ത പരിപാടി നമ്മുടെ ഫിഷ് ഉണ്ടോ. ഫിഷ് നമ്മൾ ഇലയിൽ കയറ്റിയിട്ടാണ് പൊള്ളിക്കള പരിപാടിയാണ്. നല്ല സിലോപ്പി, നല്ല മസാല കയറ്റി അതിലേക്ക് കണ്ട പ്രവീണിൻ്റെ കരവിരുതോടുകൂടി തക്കാളിയും മല്ലിയിലയും പൂശിയിട്ട് പച്ചമുളകും പൊളിച്ചിടണോ? ഉള്ളി ജലാലേ ഫുൾ ടീമായി. ഒരു മിനിറ്റ്, നമ്മളെ മീനിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രവീണ് സെറ്റ്. ആ മുളക് പൊളിച്ചിട്ടല്ലേ? അടിപൊളി. ചായക്കട ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാ പ്രവീണ് അടിപൊളി ചായ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചായ കുറച്ച് കടുപ്പം കൂടിയിട്ടുണ്ടോ? നല്ല ലൈം ടീ. അത് ഷെബീബ് ഇതാ അടുത്തത് മീൻ പൊള്ളിക്കാനുള്ളത് പൊതിഞ്ഞ് ഫോയിൽ ചെയ്ത് അടുപ്പിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. നമുക്ക് ഫ്രൂട്ട്സ് കുറച്ച് സാധനങ്ങളുണ്ട്. ജലാല് നമ്മൾ വന്നോളം കൊണ്ട് ഒരു പണി കൊടുത്തു അവന്. ആടാ ജയം ശരവഞ്ചരത്തിൽ കുതിരേനെ കുളിപ്പിക്കണമായിരിക്കാം. നാരങ്ങ പിഴിയാണ്, അല്ലാതൊന്നുമല്ല. ഏയ് ഏതാ ഒഴിക്കലൊക്കെ? നിങ്ങൾ 5 ആളല്ലോ? അല്ല, 2ലും കൂടി ആയിട്ടാണ്. അതെ കഴിഞ്ഞു. ഒരു 2 പൊതിയില്, ഈ ഒരു പൊതിയില് ഇതിലൊരു മീന്, ഇതിലൊരു മീന്, ആ പൊളിച്ച മീന്, അതിൽ ബാക്കി 3 മീന്. യെസ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ചായയൊക്കെ അടിച്ചിരിക്കുകയാണ്. ആകാശം നോക്കി. ആകാശത്തിൽ നക്ഷത്രങ്ങളില്ല, ചന്ദ്രൻ മാത്രമേ ഉള്ളൂ.
ജലാലേ ഇത് മറ്റേ പഴയ ആപ്പ് ടീമല്ലോ 24 ഉണ്ട് 25 ഉണ്ട്. ഓ മോനെ, അപ്പം നമ്മളെ ഫുഡുകളൊക്കെ ഏകദേശം ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ചിക്കൻ ഫുൾ സെറ്റായിട്ടുണ്ട്. നമ്മളൊരു ഫിഷ് ഒരു സെറ്റ് നമ്മൾ പൊളിച്ച് നോക്കുന്നുണ്ടായിരുന്നു. വാ, പിന്നെ നമ്മളെ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്മെല്ലുണ്ട്. ഏയ് പുക പാറുന്നു. ഇരിക്കടാ ജലാലേ, ഷെബി ഇരിക്കേ. സ്മെല്ലുണ്ട് നല്ല. ആ ഉണ്ട്. ഓഫ്, ബാ 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 ഇരിക്കേ ജലാലേ ഇരിക്കേ. നല്ല ചൂട് നല്ല ചൂട്. ഇതിൽ 3 മീൻ ഇതിലിരുന്നു. 3 മീൻ ഒന്നുകൂടെ ആയിട്ട് എടുക്കാൻ പിന്നെ എടുക്കാം. ലാസ്റ്റ് ആറ് ഫോട്ടോ കരച്ചെടുത്തോ. ഡ്രോൺ ഷോട്ട് എങ്ങനെയാണ്? ഡ്രോൺ ഷോട്ട് വേണമായിരുന്നു. ഓ ഇത് അതിന്റെ ഇതാട്ടോ. ഇന്ന് കഴിച്ചിട്ട് എങ്ങനെ പറയും. നല്ല ഫിഷ് എടുത്ത് വെച്ചാ നല്ല ചൂടാട്ടോ. ചൂടുണ്ടാവും. സൂപ്പർ സെറ്റാ. ജസീലിന്റെ ഉമ്മാന്റെ മസാലയാണ് നമ്മളുണ്ടാക്കിയല്ല. എന്താ പറയുക, ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഫുഡ് അടിക്കട്ടെ. ഏത് ലൈറ്റ്? ഇത്ര ലൈറ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഫുഡ് അടിക്കല്ലേ? നമ്മൾ അടിക്കട്ടെ, ഫുഡ് അടിക്കല്ലേ? അപ്പൊ നമ്മുടെ മീൻ ഉണ്ടാവും. മീന് അങ്ങനെ മുള്ളിങ്ങനെ എടുക്കുമ്പോ മുള്ളെടുക്കുമ്പോഴല്ല, എവിടെ മറിക്കാൻ വേണ്ടി എടുക്കുമ്പോ ഇതങ്ങനെ മുള്ളിങ്ങനെ പോരും. ഇറച്ചി എടുക്കുന്ന നടക്കും. നമുക്ക് ഈ മുള്ളെടുത്തേക്കാം. അപ്പൊ ഇത് സിലോപ്പി കേട്ടോ മീന്. നല്ല അടിപൊളി മീനാണ്. നമ്മളെ കോട്ടയ്ക്കൽ ഒരു ഫാമിൽ നിന്ന് മേടിച്ച പുത്തൂര് പറയാം, നമ്മളെ ഉദ്യാനപാതേൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു ഫാമിൽ നിന്ന് അടിപൊളിയാണ്. ഈ മാങ്ങയുടെ പീസൊക്കെ ഇട്ടിട്ട്. ആ അതന്നെ, എൻ്റെ ഒന്നും പറയാൻ ഉള്ളിക്കാണ്, കാണുന്നില്ല അങ്ങനെ. ഓ തപ്സീർ വാണിച്ചെങ്കിൽ മീനിൻ്റെ കഷ്ണം കഴിച്ചു നോക്കോ. തപ്സീർ പിന്നെ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. മറ്റേ ലീക്ക് വീരാൻ പറഞ്ഞേക്കാം, നമ്മള് തറവാട്ട് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു കോഴീനെയും 4 മീനെയും ഏകദേശം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അതാ ഈ പരുവാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? ആ അടിപൊളി. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ ബാക്കിയുണ്ട്. അതാണ്ടാ ഇനി ലാസ്റ്റുള്ളൊരു കോഴി കഷ്ണമുള്ളത്. ആകെ ആ ഒരു കഷ്ണമേ ബാക്കിയുള്ളൂ ഇനി കോഴീൻ്റെ. അപ്പം നമ്മൾ തീർക്കൂലേ. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി ടെൻറ്റ് സെറ്റ് ചെയ്തു. ഇനി കിടക്കുള്ള പരിപാടിയാണ്. അയ്യോ കിടക്ക്. എന്താ അവസ്ഥ? അങ്ങോട്ട് ഇറക്കല്ലടാ, അങ്ങോട്ടല്ലേ തലയ്ക്ക് നല്ലത്. തല കുത്തനല്ലേ. ഇപ്പം എന്തായാലും നല്ല നിലാവ് നല്ല സെറ്റായിട്ട് കേട്ടോ. ഇവിടെ കാണോ. അപ്പോൾ ഇവിടെ കാണാതിരുന്ന സ്ഥലമൊക്കെ കാണാണ്ട് ഇപ്പോൾ താഴെ കോറിയൊക്കെ. ഓ അപ്പോൾ വീണ്ടും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ എണീറ്റുകൊണ്ടിരിക്കുകയാണ്. ടെൻറ്റിൻ്റെ ഉള്ളിലാണ്. അയ്യോ കോടാറൊന്നും കാണാനില്ലല്ലോ. ഉണ്ടോ? അല്ല രാത്രിയല്ല, ഇന്ന് പുലർച്ചെ ചെറിയ മഴയൊക്കെ പെയ്തു. താഴത്ത് ഈ കോറി ഉണ്ടല്ലോ, ഈ കോറിയിൽ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കോടയാണ് ഫുള്ള്, ഒന്നും കാണാനില്ല നമുക്ക്. കോട എന്ന് പറഞ്ഞാൽ ഫുൾ അന്യായ കോട, ചുറ്റും കോട.
ടെൻ്റെ കൂരി എടുത്തു കേട്ടോ. ടെൻ്റെ കൂരി ടെൻ്റ് ഇട്ടായിരുന്നു നമ്മൾ. ടെൻ്റ് ഇട്ടടുത്ത് ഊരിപ്പോൾ ഉണ്ട്. ഇപ്പോൾ കോട കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ കോറിയൊക്കെ കാണാം. ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അതാണ് ഈ താഴെ, അതാണ് ഈ കോറിയുടെ പക്കത്തായിരുന്നു നമ്മൾ. കേട്ടോ അടിയോടെ അടിയാണ് അവിടെ. ഇവിടെ ഇന്നലെ ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇറങ്ങുകയാണ് ഇനി. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ നമ്മളായിട്ട് ഇവിടെ ഒരു വേസ്റ്റ് ഇട്ടില്ല. കുറച്ച് ബയോ വേസ്റ്റ്, 1-2 ഇലക്കഷ്ണവും കുറച്ച് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ അങ്ങോട്ട് ഇട്ടു. കുറച്ച് കരി അവിടെ ഉണ്ട്, അതേ ഉള്ളൂ. ബാക്കിയുള്ളൊരു സാധനങ്ങളും ബോട്ടിലോ കവറുകളോ പ്ലാസ്റ്റിക് കവറുകളോ ഒന്നും നമ്മൾ ഇവിടെ ഇടുന്നില്ല കേട്ടോ. ഇത് നമ്മൾ എടുക്കാനുള്ള ടാർപ്പായും ടെൻറ്റൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ എടുക്കും. ഇനി നമ്മളിവിടെ നിന്ന് എടുത്തിട്ട് നമ്മളെ മസായിക്കുട്ട നമ്മളവിടെ കാത്തു കിടക്കണ്ടല്ലോ, നമ്മളങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കയറി വന്ന വഴികളാണ്. ഇവിടെ ആ ആ നല്ല കിടന്നുറങ്ങിയിട്ട് അടിപൊളി ഉറക്കമായിരുന്നു. ചെറിയൊരു മഴയും പെയ്തു അല്ലേ? അതെ. അപ്പോൾ നമ്മൾ മസായിക്കുട്ടൻ്റെ അടുത്ത് എത്തി. അപ്പോൾ നമ്മൾ നമ്മുടെ മിനി ഊട്ടിയിലെ ക്യാമ്പിങ്ങും പരിപാടിയൊക്കെ ആയിട്ടുള്ള ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിനി ഇവിടെ നിന്ന് തിരിച്ചു പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, താങ്ക് യു ഓൾ.